നമസ്കാരം. ഒരു വീട് രൂപകൽപ്പന ചെയ്യുമ്പോൾ അതിൽ പൂജാമുറി എവിടെ വരണം? ഒരാൾ ഉന്നയിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്. തെക്ക് കിഴക്ക് മൂലയിലാണ് പൂജാമുറി ഉള്ളത്, അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളതാണ്. തെക്ക് കിഴക്ക് മൂലയിൽ പൂജാമുറി വരുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല എന്നുള്ളത് തന്നെയാണ് അതിനുള്ള മറുപടി. പക്ഷേ ആളുടെ ഒരു സംശയം ഉയർന്നു വരാനുണ്ടായൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, മറ്റാരോ പറഞ്ഞു അത്രേ ആ ഭാഗത്ത് പൂജാമുറി പാടില്ല, അത് അഗ്നികോണാണ്, അവിടെ പൂജാമുറിയുടെ സ്ഥാനമല്ല എന്നുള്ള രൂപത്തിൽ. പക്ഷെ വാസ്തുശാസ്ത്രം അനുസരിച്ച് കിഴക്ക് വശത്ത് എവിടെ വേണമെങ്കിലും പൂജാമുറിയാവാം, അല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്ത് പൂജാമുറിയാവാം, കിഴക്കോട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാട്ടോ തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കാവുന്ന രൂപത്തിൽ. പക്ഷെ മിക്കവാറും നമ്മൾ വടക്ക് കിഴക്ക് മൂലയിലാണ് പലരും പൂജാമുറി വെച്ച് കണ്ടിട്ടുള്ളത്. അത് ഈശാനകോണാണ്. അപ്പോൾ ഈശാനകോണിൽ ഈശൻ്റെ അല്ലെങ്കിൽ ദേവൻ്റെ സ്ഥാനമാണ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ് അതിനുള്ളത്. പക്ഷേ വാസ്തുമണ്ഡലത്തിൽ 45 ദേവന്മാർ ഓരോ ഭാഗങ്ങളിലായിട്ട് വസിക്കുന്നുണ്ട്. അപ്പോൾ ദേവന്മാരില്ലാത്ത ഒരിടവും നമുക്ക് വാസ്തുമണ്ഡലത്തിലില്ല, അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിലും ഇല്ല. അപ്പോൾ ഇന്ന ഭാഗത്തെ ദേവൻ ഇരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓരോരോ ദേവന്മാർക്ക് ഓരോരോ പേരുകൾ നിശ്ചയിച്ചിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. അതിവിടെ തെക്ക് കിഴക്ക് മൂലയിൽ അഗ്നികോണാണ്. അഗ്നികോണം എന്ന് പറഞ്ഞാൽ അഗ്നിദേവൻ്റെ സ്ഥാനമാണത്. അപ്പോൾ ദേവൻ അവിടെയുണ്ട്. അപ്പോൾ ഇന്ന ഓരോരോ ദേവന്മാർക്ക് ഓരോരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പൂജാമുറി എന്ന് പറയുന്നത് നമുക്ക് അല്പം സ്വസ്ഥമായിട്ടിരുന്ന് ജപിക്കാനോ പ്രാർത്ഥിക്കാനോ ഒക്കെയുള്ള ഇടം എന്നുള്ള നിലയ്ക്കാണ്. അല്ലാതെ അവിടെ മറ്റ് ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയ സ്ഥലം എന്നുള്ള നിലയ്ക്ക് കിഴക്ക് വശത്തോ അല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്തോ ഇരിക്കുകയോ അല്ലെങ്കിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയോ, ഇതൊക്കെയാണ് പൂജാമുറിയുടെ ധർമ്മം. ഫോട്ടോ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കടകളിൽ നിന്നും വാങ്ങി വയ്ക്കുന്നതായുള്ള എന്തെങ്കിലും വിഗ്രഹങ്ങളായിരിക്കാം, പിന്നെ സാധാരണ രീതിയിൽ വിളക്ക് വയ്ക്കാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സാധാരണ രീതിയിൽ പൂജാമുറിയിൽ ചെയ്തു വരുന്ന ഒരു ശീലങ്ങൾ. അതല്ലാത്ത രീതിയിൽ മന്ത്രചരടുകളോ അല്ലെങ്കിൽ മാന്ത്രികമായിട്ടുള്ള അല്ലെങ്കിൽ താന്ത്രികമായിട്ടുള്ള രീതികളൊക്കെ പല പൂജാമുറികളിലും ചെയ്ത് വരുന്നുണ്ട്. തകിടുകൾ, അങ്ങനെയൊക്കെയുള്ള ഉള്ളതുകൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കാവുന്ന വിധത്തിൽ കിഴക്ക് ഭാഗത്ത് എവിടെ വേണമെങ്കിലും പൂജാമുറിയാവാം, അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് എവിടെയായാലും പൂജാമുറിക്ക് സ്ഥാനമുണ്ട്. ഇപ്പോൾ നമ്മുടെ പഴയ നാലുകെട്ട് സമ്പ്രദായം അനുസരിച്ചാണെങ്കിൽ ഗൃഹമധ്യത്തിൽ, അതായത് പടിഞ്ഞാറ്റിപ്പുരയുടെ കിഴക്ക് വശത്തായിട്ട് പൂർവികരായിട്ടുള്ള ആരാധിച്ചു വരുന്നതായിട്ടുള്ള ദേവീദേവന്മാരുടെ സങ്കല്പങ്ങളനുസരിച്ച് പീഠങ്ങളോ വിഗ്രഹങ്ങളോ വരെ ഒക്കെ വെച്ചിരുന്നൊരു സ്ഥാനമുണ്ട്. അത് പടിഞ്ഞാറ്റിപ്പുരയിലാണ് സാധാരണ രീതിയിൽ അറകളിലൊക്കെ അങ്ങനെ ചെയ്തു വരുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഏകശാലയായിട്ട് ചെയ്തതായുള്ള ഗൃഹങ്ങളിലാണെങ്കിൽ ഈ നേരത്തെ സൂചിപ്പിച്ച തെക്ക് കിഴക്ക് മൂലയിലും വടക്ക് കിഴക്ക് മൂലയിലും അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് മൂലകളിലൊക്കെ പുറത്തേക്ക് വാതിലായിട്ട്, വീടിൻ്റെ അകത്തേക്ക് അല്ല അതിൻ്റെ വാതിൽ വരുന്നത്, പുറത്തേക്ക്, അങ്ങനെയും ചിലയിടത്തൊക്കെ കണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മുടെ പൂർവികന്മാരായുള്ള ആചാര്യന്മാർ നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ഒരു സമ്പ്രദായമാണത്. ഈ ശബരിമല സീസണൊക്കെ ആകുമ്പോൾ അവിടെ ആരാധിക്കുകയും ദേവൻ്റെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുകയും ഒപ്പം തന്നെ അവിടെ തന്നെ കിടക്കുക, അതായത് വീട്ടിലെ മറ്റാളുകളുമായിട്ട് കൂടുതൽ ബന്ധമില്ലാത്ത വിധത്തിൽ, ഇനിയിപ്പോൾ അവിടെ മറ്റു തരത്തിലെ അശുദ്ധികളോ മറ്റതൊന്നും തൊട്ടു തീണ്ടാത്ത വിധത്തിൽ അവിടെ തന്നെ ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും ഒക്കെ ഒരുമിച്ച് പ്രാർത്ഥനയും എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാവുന്ന വിധത്തിൽ ഉള്ള ഒരു മുറിയായിട്ട് തെക്ക് കിഴക്ക് മൂലയിൽ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് മൂലയിലൊക്കെ അങ്ങനെ ചെയ്തു വരുന്നതായുള്ള സമ്പ്രദായം നമ്മൾ ഏകശാലാ വിധാനത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ പൂർവികരായുള്ള ആചാര്യന്മാർ കൽപ്പിച്ചു കൊടുത്ത ഇടങ്ങൾ തന്നെയാണത്. അപ്പോൾ അതുകൊണ്ട് തെക്ക് കിഴക്ക് മൂലയിൽ പൂജാമുറി ആകാം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതുപോലെ വീടിൻ്റെ ഉള്ളിൽ നടുവിലായിട്ട്, ഇപ്പോൾ നമ്മൾ ഹാള് വരുന്നത് അല്ലെങ്കിൽ പ്രധാന ലിവിങ് റൂം എന്ന് പറയുന്നത് ഗൃഹമധ്യത്തിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ മധ്യത്തിൽ വരുന്ന മുറിയുടെ കിഴക്ക് ഭാഗത്തായിട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അതിനോട് ചേർന്നൊരു മുറിയുടെ സംവിധാനത്തിൽ ചെയ്യാം. അതല്ലാതെ ആ
ഭിത്തിയിൽ തന്നെ കിഴക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ വരുന്നതായുള്ള ഭിത്തിയിൽ നമ്മൾ ചെറിയൊരു രൂപമൊക്കെ വെച്ച് പ്രാർത്ഥിക്കാവുന്ന വിധത്തിലുള്ള അത്തരമൊരു സംവിധാനം ഒരുക്കുന്നതും അതുകൊണ്ടും വിരോധമൊന്നുമില്ല. പക്ഷേ അവിടെ ഭക്ഷണം കഴിക്കുന്ന മുറിയാണെങ്കിൽ നോൺ വെജിറ്റേറിയനൊക്കെ ഉപയോഗിക്കുന്നതായുള്ള വീടുകളായിരിക്കാം. പൂജിക്കാനുള്ള വിളക്ക് വയ്ക്കാനോ അല്ലെങ്കിൽ ഫോട്ടോ വയ്ക്കാനൊക്കെ ഉള്ള ആ ഒരു സംവിധാനം അപ്പോൾ അവിടെ ഭക്ഷണപ്പുരയോട് ചേർന്ന് അല്ലെങ്കിൽ ഡൈനിങ് റൂമിനോട് ചേർന്നുള്ള ഭാഗത്ത് നമ്മളൊരിക്കലും പൂജാമുറി ചെയ്യരുത്. പിന്നെ ഒരാൾ ചോദിച്ചൊരു ചോദ്യം, അയാളുടെ വീട്ടിൽ വടക്ക് ഭാഗത്താണ് പൂജാമുറി ഇരിക്കുന്നത്. പൂജാമുറി എന്ന് പറയാൻ മാത്രം ഇല്ല, ചെറിയൊരു സംവിധാനം ഒരുക്കിയുള്ളതാണ് വടക്ക് ചുമരിനോട് ചേർന്നിട്ട്. മാത്രമല്ല അത് ഫേസ് ചെയ്യുന്നത് തെക്കോട്ടാണ്. അപ്പോൾ തെക്ക് നിന്നിട്ട് വടക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കേണ്ട അവസ്ഥയിലാണ്. അപ്പോൾ അത് ഒരിക്കലും ശരിയായുള്ളൊരു രീതിയല്ല. അപ്പോൾ നമുക്ക് എപ്പോഴും കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ, അതായത് ഉദയ സൂര്യനോ അല്ലെങ്കിൽ അസ്തമന സൂര്യനോ അഭിമുഖമായിട്ട് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിപ്പോൾ നമ്മുടെ ക്ഷേത്ര സങ്കല്പങ്ങളനുസരിച്ച് മിക്കവാറും ക്ഷേത്രങ്ങളൊക്കെ കിഴക്കോട്ട് മുഖമുള്ളത് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് മുഖമായുള്ളത്. ഇനി അപൂർവം ക്ഷേത്രങ്ങൾ വടക്കോട്ടും തെക്കോട്ടൊക്കെ ആയിട്ടുള്ളതുണ്ട്. പക്ഷേ സാധാരണ രീതിയിൽ കിഴക്കോട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടോ മുഖമായുള്ള ക്ഷേത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു ആചാരം അനുസരിച്ച് തന്നെയാണ് നമ്മുടെ ഗൃഹങ്ങളിൽ പൂജാമുറിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നതായുള്ളൊരു സംവിധാനം കിഴക്കോട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞു നിന്ന രൂപത്തിൽ ആയിരിക്കണം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ഇനിയും വരാനുണ്ട്. ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ കൂടി ഞങ്ങൾ ഇതിൽ വെക്കുന്നുണ്ട്. അതിലേക്ക് വിളിച്ച് സംശയം തീർക്കാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ബൈ.